ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ പാഠവും നിങ്ങളെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. മൾട്ടിഫോൾഡ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, അതുപോലെ തന്നെ പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പേജ് നമ്പർ 28 എക്സസൈസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചെയ്തിട്ടിരിക്കുന്ന കുറേ കണക്കുകളുണ്ടോ നിങ്ങളെ, അതായത് ഇനി നോക്കണേ, നമുക്കിനി അതിനകത്ത് ചെയ്തിട്ടേക്കുന്ന കണക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് പേജ് നമ്പർ 28 കേട്ടോ. അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് 1/4 ഓഫ് 8 എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് 1/4 ഓഫ് 8? ഒന്നും ആലോചിക്കണം. ഈ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഗുണിക്കാനാണ്. ഇൻറ്റു ആണെന്ന് ഓർത്താൽ മതി. 8ൻ്റെ 1/4 എത്ര ആണെന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്താ നിങ്ങളെ, 8ൻ്റെ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡേ എന്ന് ഓർത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഇൻറ്റു ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു അടിച്ചാൽ മതി കേട്ടോ. 1/4 ഇങ്ങനെ കണ്ടാൽ നമുക്കറിയാം, കാരണം നമ്മളിപ്പോൾ കുറേ ചെയ്തു അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിൽ കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ ഇൻറ്റു ചെയ്യുക, താഴത്തെ അതുപോലെ എഴുതുക. 8/4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നമുക്കറിയാം അല്ലേ. എത്ര? 2, 4, 8 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആൻസർ 2 ആണ് അല്ലേ. ഇത് നമ്മൾ കുറേ പഠിച്ചായിരുന്നു. പേജ് നമ്പർ 28 കണക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ അവരടുത്ത ചോദ്യം എന്തോന്നറിയോ, നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് എബൌട്ട് 3/4 ഓഫ് 8? നോക്കിയേ, 3/4 ഓഫ് 8 കണ്ടോ. ഓഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി കൂടുതൽ കിടന്നങ്ങ് എന്തുവാ അങ്ങനെ ഒന്നും എബൌട്ട് വന്നു വാട്ട് വന്നു ഇതൊക്കെ ഒന്നും ആലോചിക്കണ്ടോ. ആ ഓഫ് വന്നിട്ടുണ്ടോ കേട്ടോ. വാരി വലിച്ചു കിടന്ന് അങ്ങ് ചിന്തിക്കണ്ട. എന്തിനാ ഈ ചിന്തിക്കുന്നില്ലേ, എന്തോ കാര്യത്തിനാ. ഇടയ്ക്ക് ഓഫ് വന്നല്ലോ. ഓഫ് വന്നാൽ ഓർത്താൽ മതി. ഇപ്പോൾ 8 ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു 3/4 ഇത്ര ഓർത്താൽ മതി. വാരി വലിച്ചു കിടന്ന് ചിന്തിക്കണ്ട കേട്ടോ. 8 ഇൻറ്റു 3/4 നമുക്കറിയാം. എന്താ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററുകൾ നോക്കിയേ. 8 ഇൻറ്റു 3 24. 4നെ അതുപോലെ എഴുതുക. 4ൻ്റെ ടേബിളിനകത്ത് 24 ഉണ്ടോ? 4ൻ്റെ ടേബിളിൽ 24 ഉണ്ടോ? ഉണ്ട്. എത്ര? 6, 4, 24. ഇതെങ്ങനെയാണ് വന്നതെന്നറിയാം. കാരണം നമ്മൾ ആദ്യം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അത് പല രീതിയിൽ ചോദ്യം ചോദിച്ചാലും ആൻസറുകൾ ഇങ്ങനെ തന്നെയല്ലേ നിങ്ങളെ വരുന്നത്, ഇല്ലയോ? ഇനി അവർ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണ്. നിങ്ങളുടെ മലയാളം വീഡിയോ നോക്കണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ. വാട്ട് ഈസ് 3/4 ഓഫ് 9? അടുത്ത് നോക്കിയേ, 3/4 ഓഫ്, അതായത് 4ൽ 3ൻ്റെ 9 എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എഴുതാം 9 ഓഫ് അല്ലേ. അപ്പോൾ ഇൻറ്റു 3/4. 9, 3, 27/4. 4ൻ്റെ ടേബിളിൽ 27 ഉണ്ടോ? 4ൻ്റെ ടേബിളിൽ 27 ഉണ്ടോ? കുഞ്ഞുങ്ങളെ. 6, 4, 24, 7, 4, 28 വരുന്നത് അല്ലേ. 6, 4, 24 കഴിഞ്ഞാൽ പിന്നെ 7, 4, 28. അപ്പം നമുക്ക് ആ ക്ലൂ എൻ്റെ ഇതുവരെ ക്ലാസ് കണ്ടവർക്കറിയാം. എന്താ, നമ്മൾ 4ൻ്റെ ടേബിൾ ചെല്ലുക. ഓക്കെ, അത് താഴെ എഴുതി അല്ലേ. എത്ര 4ആണ് 27 നോക്കുക. അപ്പോൾ 27 വന്നില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ടേബിൾ ഏതാന്ന് നോക്കുക. 6, 4, 24 കഴിഞ്ഞാൽ പിന്നെ 7, 4, 28 വന്നത്. അപ്പോൾ 28 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം 6, 4, 24 നമുക്ക് കിട്ടി. ബാക്കി എത്ര കൂടി വേണം? 25, 26, 27 3 കൂടി ഉണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ വരും. മനസ്സിലായോ? ഇത് നമ്മൾ കുറേ ചെയ്തതാ. എളുപ്പ വഴിയാണ് ഈ പറഞ്ഞത്. ഇതിനകത്തിൽ ഇനി മനസ്സിലാക്കാൻ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര പറഞ്ഞാൽ 6, 4, 24 ബാലൻസ് എത്ര വന്നു? 3. ഇതാണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. കോഷ്യൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുക ഇല്ലേ. ഇത് ഡിവൈസറിനെ താഴെ, കാരണം ഈ താഴെ ഏത് നമ്പറാണോ പറഞ്ഞത് അതേ താഴെ ഉള്ളൂ. അതിനെ എങ്ങും പൊക്കിക്കൊണ്ട് പോകരുത്. ഇനി മുകളിൽ തന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടത്തിനെ മേളിൽ കൊണ്ടുപോകുക അല്ലേ. ഇത് ഇത്രയും നമ്മൾ ചെയ്തതാണ്. പേജ് നമ്പർ 28 ആണ് കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ അടുത്ത അവർ ചോദിച്ചിട്ട് ചോദ്യം എന്താണെന്നറിയാം. വി ഹാവ് ടു കട്ട് ഓഫ് 3/5 ഓഫ് എ 7 മീറ്റർ ലോങ് സ്ട്രിങ്. ഹൗ ലോങ് ഈസ് ദ പീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിലായോ? അതായത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, വി ഹാവ് ടു കട്ട് 3/5ൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3/5ൻ്റെ പേജ് നമ്പർ 29 കേട്ടോ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഓർത്താൽ മതി. 3/5 ഓഫ് കട്ട്. 3/5 എത്ര ഓഫാ വന്നേ? ഓഫ് ടെസ്റ്റ് നോക്കണേ കുഞ്ഞല്ലോ. ഓഫ് വന്നാൽ ഇൻറ്റു 7. നോക്കിയേ 7 അല്ലേ. നോക്കിയേ 3 × 7 3, 7, 21. 5നെ അതുപോലെ എഴുതുക. നോക്കിക്കേ
മോള് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇംപ്രോപ്പർ ആണ്, മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റണം അല്ലേ? അപ്പോൾ 5ൻ്റെ ടേബിൾ ചെല്ലുക, 5ൻ്റെ ടേബിൾ ചെല്ലണം. എത്ര 5 20? എത്ര 5 കുഞ്ഞെ? 4 5 20 ശിഷ്ടം 1. കാരണം എന്താ? 21 5ൻ്റെ ടേബിളിൽ പറ്റത്തില്ല, 20 വരെ പറ്റത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ 25 എടുക്കണം. നമുക്ക് അതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറവുള്ളത് 4 × 5 20 ശിഷ്ടം വരുന്നത് 1. കണ്ടോ? മനസ്സിലായോ? ഇനി അതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് അതിനകത്തുള്ള എക്സർസൈസ് ചെയ്യാം. ഇത് ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കാണ്. എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ചെയ്തിട്ടിരിക്കുന്ന കണക്കുകളെല്ലാം ഞാൻ ഒന്നും കൂടി എടുത്ത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 29ാമത്തെ പേജിലെ ചോദ്യത്തിലെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോട്ടെ, അതായത് ഞാൻ മലയാളത്തിൽ എഴുതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി അതാണ് ഈ ചോദ്യം. There are 35 children in a class. എന്താ നിങ്ങളെ? There are 35 children in a class. 3/5 of them as girls. അതിൽ 5ൽ 3 എന്താ? ഗേൾസ് ആണ്. ഹൗ മെനി ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? ചോദ്യം കേട്ടല്ലോ. പേജ് നമ്പർ 29 ഒന്നാമത്തെ ചോദ്യമാണ്. നോക്കിയോ നിങ്ങൾ, ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ 35 മൊത്തം നമ്മളൊക്കെ പഠിക്കുന്ന ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട് കേട്ടല്ലോ. അതിൽ 5ൽ 3 ഭാഗവും പെൺകുട്ടികളാണ്. 5ൽ 3 ഭാഗവും പെൺകുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ ക്വസ്റ്റ്യൻ? അപ്പം നമുക്ക് ഏതൊരു ഇതേലെ വേർഡ് പ്രോബ്ലം വെച്ച് ഇതേലെ കണക്ക് തന്നാലും തന്നിരിക്കുന്നത് ആദ്യമേ അങ്ങ് പറക്കി എഴുതണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇവിടെ എന്താ ആദ്യം തന്നെ? ആകെ കുട്ടികളുടെ എണ്ണം അല്ലേ? അപ്പോൾ നമുക്ക് ആകെ കുട്ടികൾ എത്ര ഉണ്ടെന്ന് തരാം. അപ്പം ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്ര ഉണ്ട്? 35 അല്ലേ? അതായത് ഇംഗ്ലീഷുകാരെങ്ങനെ എഴുതും? ടോട്ടൽ അല്ലേ? ടോട്ടൽ നമ്പർ കൊടുക്കാം. നമ്പർ ഓഫ് എന്താ? ഗേൾസ് അല്ലേ? ആകെ കുട്ടികളുടെ ഗേൾസ് പെൺകുട്ടികളാണ് അല്ല, ആകെ കുട്ടികളുടെ എണ്ണം എന്നല്ലേ പറഞ്ഞല്ലോ. മൊത്തം 35. അപ്പം ഗേളെന്ന് വേണ്ട. നമ്പർ ഓഫ് ചിൽഡ്രൻ, മൊത്തം കുട്ടികളുടെ എണ്ണം 35. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾ വേണ്ട, കുട്ടികൾ മൊത്തം 35 കേട്ടല്ലോ. ഇനിയും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിൽ 5ൽ 3 ഭാഗവും പെൺകുട്ടികളായാൽ പെൺകുട്ടികളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. പെൺകുട്ടികളുടെ എണ്ണം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഗേൾസിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പെൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ചോദ്യം ഇംഗ്ലീഷ് നോക്കിക്കൊണ്ടു കഴിഞ്ഞാൽ there are 35 children in a class. അതിൽ 5ൽ 3 പെൺകുട്ടികളാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? 3/5 ഭാഗവും പെൺകുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പെൺകുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. മൊത്തം കുട്ടികൾ എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 35. അതിൽ 3ൽ 5, 3/5 എന്താണ്? പെൺകുട്ടികളാണ്. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസറും. കണ്ടോ? 35 3/5 കേട്ടോ. അപ്പോൾ എങ്ങനെ കിട്ടും കുഞ്ഞുങ്ങളെ? ഓക്കെ, 35 × 3 എത്ര? 35 × 3. ഇതിനെ വേണേൽ ഇത് വെട്ടി ചെയ്യാം. അതായത് മേളിലും താഴെയും കിടക്കുന്ന സംഖ്യയെ വെട്ടി ചെയ്യാം. അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 35ഉം 5ഉം കൂടെ വെട്ടിയാലേ 7 കിട്ടും കേട്ടോ. 7 മനസ്സിലായോ? ഈ 35ഉം 5ഉം കൂടെ വെട്ടി ചെയ്യാം. കാരണം 5ൻ്റെ ടേബിളിൽ ഇത് രണ്ടും വരുന്നതായതുകൊണ്ട് വെട്ടി ചെയ്യാം. അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 7 × 3 എന്ന് എഴുതാം. ഇനി അത് അറിയാൻ വയ്യാത്തവർ മാറ്റിയിട്ട് 35നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 3 15 ശിഷ്ടം 1 3 9 1 10. എത്ര കുഞ്ഞുങ്ങളെ? 105/5 ആണ് കിട്ടുന്നത്. കണ്ടോ? ഇനി ആ 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 5 10. ഇനി 1 5ഉം കൂടെ ഉണ്ട്. 1 1 5 5. കണ്ടോ? ആൻസർ എത്ര വന്നു? 21. അതായത് ഇവിടെ വെട്ടി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കിടക്കുന്ന സംഖ്യയെ വരയ്ക്ക് താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് വെട്ടാം. അറിയാമെങ്കിൽ ചെയ്താൽ മതി. ഇത് രണ്ടും 5ൻ്റെ ടേബിളിൽ വരും. 1 5 5 7 5 35. അപ്പോൾ ഈ 1 എടുക്കത്തില്ല. അപ്പോൾ 7 7 × 3 21 വരും. അറിയാവുന്നവർ ചെയ്താൽ മതി. ഇല്ലാത്തവർ 35 × 3 എത്ര കുഞ്ഞുങ്ങളെ? 35 × 3 105. 105/21 കേട്ടോ. 21. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അടുത്ത നമ്മുടെ ചോദ്യം
മലയാളത്തിൽ എഴുതി തന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ക് മനസ്സിലാവാൻ വേണ്ടിയ. കണക്കൊരിക്കലും കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കുക. പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആരും കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്, മനസ്സിലാക്കി പഠിക്കുക. അതാ പാട്, ഇല്ലയോ? എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 50 കുട്ടികളുണ്ടെന്ന് വെച്ചോ, 50 കുട്ടികളുണ്ട്. അതിൽ പറയുക 10ൽ 2 ഭാഗവും പെൺകുട്ടികളാണ്. കാരണം ആ ചോദ്യത്തിൽ തന്നെ നോക്കിയേ, മൊത്തം 50 കുട്ടികളുണ്ട്, 10ൽ 2, അപ്പോൾ 50 × 10ൽ 2 അല്ലേ? 10ൽ 2 എന്ന് വെച്ചാൽ മലയാളത്തിലാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ 2/5 എന്നാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഇത് തന്നെ കാണാതെ പഠിച്ചുകൊണ്ടൊന്നും പോകല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, 10 കിലോഗ്രാം ഓഫ് റൈസ്, 10 kg of rice is filled equally in 8 bags. If the rice in 3 such bags are taken together, how many kilogram would that be? 10 kilogram of rice is filled equally in 8 bags. If the rice in 3 such bags are taken together, അല്ലേ, how many kilogram would that be? അതായത് അതിൻ്റെ ചോദ്യം, 10 കിലോഗ്രാം അരി, എത്ര കുഞ്ഞുങ്ങളെ? 10 kg അരി, അത് 8 സഞ്ചികളിലായി ഒരുപോലെ നിറച്ചു. 10, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം. 10 കിലോയാണ് അരി അല്ലേ? എത്ര ബാഗിലായിട്ടാണ് നിറച്ചത്? 1, 2, 3, 4, 5, 6, 7, 8. കണ്ടോ, ഈ 8 ബാഗിലായിട്ട് ഈ 10 കിലോ അരി നിറച്ചു. ഇപ്പം ഇവിടെ ഇങ്ങനെ ഇത്രയൊക്കെ വരത്തുള്ളൂ, നിറച്ച് വരത്തില്ലല്ലോ അല്ലേ? 8 ബാഗിലായിട്ട് 10 കിലോ അരി നിറച്ചു. അങ്ങനെയാണെങ്കിൽ 3 സഞ്ചിയിലെ അരി, ഇതിനകത്തിലെ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചിങ്ങെടുത്തു. 3 സഞ്ചിയിലെ അരി ഇയാൾ ഒന്നിച്ചിങ്ങ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര കിലോഗ്രാം ഉണ്ടെന്നത്, ഇത് എത്ര കിലോഗ്രാം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ എന്തുവാന്ന്? 10 കിലോ അരി 8 സഞ്ചികളിലായിട്ട് ഒരുപോലെ നിറച്ച്, ഒരുപോലെ കൊടുക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രത്തിലെടുത്ത് നമ്മൾ ഒരുപോലെ വിരിച്ചു കൊടുത്തു. അത് 3 സഞ്ചിയിലെ അരി നമ്മളിങ്ങ് എടുത്തിട്ട് നോക്കുക, അതിനകത്തിൽ എത്ര ഉണ്ടെന്ന്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നമ്മൾ പറക്കി എഴുതുക. നമുക്ക് എന്തൊക്കെയുണ്ടോ നിങ്ങളിവിടെ? ഒരു സഞ്ചിയുടെ അല്ലേ, ആകെ അരിയുടെ ഭാരമുണ്ട് അല്ലേ? ആകെ അരിയുടെ ഭാരം എത്ര? 10 kg അല്ലേ? 10 കിലോ അരി അല്ലേ? എങ്ങനെ എഴുതും? ക്വാണ്ടിറ്റി ഓഫ് അരിയല്ലേ, ക്വാണ്ടിറ്റി ഓഫ് ടോട്ടൽ റൈസ് കൊടുക്കാം. എത്ര? 10 kg. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു സഞ്ചിയിലുള്ള അരിയുടെ ഭാരം, ഒരു സഞ്ചിയിലുള്ള അരിയുടെ ഭാരമാണ് നമുക്കറിയേണ്ടത്. ഒരു സഞ്ചിയിലുള്ള അരിയുടെ ഭാരം മൊത്തം എത്ര ആയിരുന്നു കുഞ്ഞുങ്ങളെ? മൊത്തം എത്ര ആയിരുന്നു? 10 കിലോ ആയിരുന്നു അരി അല്ലേ? എത്ര ചാക്കിലാണ് നിറയ്ക്കേണ്ടത്? 8 ചാക്കിൽ. കണ്ടോ, ഇത് ഓർത്ത് വെച്ചേക്കണേ. അരി എത്ര ഉണ്ട്? 10 കിലോ. നമ്മൾ ആദ്യം ഇതേ കണക്ക് ചെയ്താൽ 10 കിലോ അരി എത്ര ചാക്കുണ്ടെന്ന് നോക്കുക, 8 ചാക്ക്. അപ്പോൾ 10/8 കേട്ടോ. എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ 1 ബാഗ് എന്ന് കൊടുക്കുക. എ ബാഗെന്നോ 1 ബാഗെന്നോ, ഒരു ബാഗിലെ റൈസ് അല്ലേ? എത്ര വരും? 10/8 കേട്ടോ. അടുത്തത് നമ്മളോട് ചോദിച്ചത് എന്താ? 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ കേട്ടോ, 3 സഞ്ചിയിലെ അരിയുടെ ഭാരം 3 ബാഗ്സ്, 3 ബാഗിൻ്റെ ആണെങ്കിൽ എങ്ങനെ എഴുതും? അരി ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ 1 ബാഗ്, ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ 3 ബാഗ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. 3 ബാഗ് ആണെങ്കിൽ എന്താ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ബാഗിൽ 10/8 ആണ്. അങ്ങനെയാണെങ്കിൽ 3 ബാഗിലാണെങ്കിൽ 3 × 10/8 ചെയ്താൽ പോരായോ നിങ്ങൾ? ഇല്ലയോ? അങ്ങനെ ചെയ്താൽ പോരായോ? അതിൽ കുറച്ചുകൂടെ നല്ലേ. 10 × 3 30/8 വരും. നോക്കിയേ, 30/8 ആൻസർ ആണോ? നോക്കിയേ, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 8ൻ്റെ ടേബിൾ ചെല്ലുക. എത്ര 8 ആണ്? 30. 3 8 24 അല്ലേ? 3 × 8 24 വരത്തുള്ളൂ. കാരണം 4 8 32 വരും. അപ്പോൾ അത് പറ്റത്തില്ല. 3 8 24. 24ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 30 കിട്ടും? 6 കേട്ടോ. മനസ്സിലായോ?
മനസ്സിലാവുന്നുണ്ടോ? 30/8 നമുക്ക് ചുരുക്കി എഴുതിയതാണ് ഇങ്ങനെ കേട്ടോ, 3 6/8. ഇനി ഈ 6/8 വീണ്ടും നമുക്ക് വേണേൽ ഒന്നുകൂടെ ചെറുതാക്കാം, കാരണം 6ഉം 8ഉം 2ൻ്റെ ടേബിളിൽ വരും അല്ലേ. എത്ര? 3 2 6 4 2 8. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ അറിയത്തുള്ളെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. അതല്ല ഇതിനെ കുറച്ചും കൂടെ ചെറുതാക്കി എഴുതാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് നോക്കിയാൽ നിങ്ങൾ 6ഉം 8ഉം 2ൻ്റെ ടേബിളിൽ വരും അല്ലേ. 6 3 2 ആണ് 6, 8 വെച്ചാൽ 4 2 ആണ് 8. അറിയത്തില്ലെങ്കിൽ ഇവിടെ അങ്ങ് നിർത്തുക. കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ എന്ന് വെച്ചാൽ ചെറുതാക്കി ചെയ്യാൻ അറിയെങ്കിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ? അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? 10 കിലോ അരിയായിരുന്നു, അത് 8 സഞ്ചികളിലായിട്ട് ഒരുപോലെ നിറച്ചു. അതിനകത്തിലെ 3 സഞ്ചി നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഭാരം നോക്കുക. അപ്പോൾ ഒരു സഞ്ചിയിൽ എത്ര ഉണ്ട്? മൊത്തം അരിയെ ബൈ 8. ഈ ഒരു ക്ലൂ പഠിച്ചു വെച്ചാൽ മതി. മൊത്തം എത്ര ഉണ്ടോ അതിനെ എത്ര എണ്ണത്തിലോട്ട് മാറ്റണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 എന്നിട്ട് എത്ര ഉണ്ടോ? ഇപ്പോൾ 5 ചാക്കാൻ നമ്മളോട് ചോദിച്ചെങ്കിൽ 5 × 10/8. 15 ചാക്കാൻ നമ്മളോട് ചോദിച്ചെങ്കിൽ 15 × 10/8. 10/8 എങ്ങനെ കിട്ടിയെന്ന് അറിയാവേ? ഇനി അടുത്ത നമ്മുടെ ചോദ്യം ടെസ്റ്റിൽ നോക്കൂ കുഞ്ഞുങ്ങളെ. ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗർ 27 സ്ക്വയർ സെൻറ്റിമീറ്റർ. നോക്കിയേ, ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. റെക്റ്റാങ്കിള് അതായത് ചതുരത്തിൻ്റെ പരപ്പളവ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ചതുരത്തിൻ്റെ പരപ്പളവെന്നാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. അതിനെ ഒരേപോലെയുള്ള 9 ഭാഗങ്ങളാക്കി കൊടുത്തിരിക്കുക. ഒരേപോലെയുള്ള 3 6 9 ഭാഗങ്ങളാക്കി ഇവിടെ കൊടുത്തിരിക്കുക. നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? നേർ പകുതി നോക്കൂ നിങ്ങളെ. ഇവിടെ മൊത്തം 3 6 9 എണ്ണം ഉണ്ട് അല്ലേ. 3 6 9 എണ്ണത്തിൽ 1 2 3 4 5 എണ്ണത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. 5 എണ്ണത്തിന് കളർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ എന്താണെന്നറിയാം, നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഡാർക്കർ പാർട്ട് ഇൻ ദ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യമേ അത് പറക്കി എഴുതാം. ഈ ചോദ്യത്തിൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നോക്കൂ ഞങ്ങൾ. മൂന്നാമത്തെയാണ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. അവിടെ ചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ പരപ്പളവ് രണ്ടും എഴുതുന്നത് 2 മീഡിയക്കാരും നമുക്കിത് കാണുന്നുണ്ട് കേട്ടോ. ചതുരത്തിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. അതായത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. ആംഗിൾ തന്നിട്ടുണ്ട്. എത്ര? 27 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ അല്ലേ, അതായത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഈ പറയുന്നത് കേട്ടോ. സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ്. ഏരിയ അല്ലേ, അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടല്ലോ. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. മലയാളംകാർക്ക് എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ചതുരശ്ര സെൻറ്റിമീറ്റർ കേട്ടോ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി ചതുരങ്ങളുടെ എണ്ണം മൊത്തം എത്ര ഉണ്ടെന്ന് എഴുതുക. ചതുരങ്ങളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ചതുരങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്ര ചതുരമുണ്ട് മൊത്തം? 9 എണ്ണം അല്ലേ. നമ്പർ ഓഫ് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് 9 എണ്ണം അല്ലേ. തന്നിരിക്കുന്നതാണ് ഈ പറക്കി എഴുതിയത്. ചതുരത്തിൻ്റെ പരപ്പളവ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചതുരങ്ങളുടെ എണ്ണം മൊത്തം 9 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താ എഴുതാം? നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം എത്ര ഉണ്ടെന്ന് നോക്കാം. നിറം എങ്ങനെയാ പറഞ്ഞത്? ഘടിപ്പിച്ചിരിക്കുന്നല്ലേ. ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം, അതായത് ഇവിടെ ഡാർക്കർ പാർട്ട് എത്ര കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ ആ പാഠത്തിനകത്തിൽ എത്ര കൊടുത്തിട്ടുണ്ട്? 5 ഭാഗം നിറം കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ എന്തുവാന്ന് നോക്കണേ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? അങ്ങനെയാണ് ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്താ? ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 27 നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. മൊത്തം എത്ര ചതുരങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ? അവിടെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. മനസ്സിലായോ?
ചതുരത്തിൻ്റെ പരപ്പളവ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 27 ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ 27 നമുക്ക് തന്നിട്ടുണ്ട്. മൊത്തം ചതുരങ്ങളുടെ എണ്ണം എത്രയാണ്? 9. അപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത് കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുക 5 ഭാഗങ്ങളായാലോ എന്ന് ചോദിച്ചാലോ? 5 ഭാഗങ്ങളുടെ പരപ്പളവ് നമ്മളോട് അങ്ങനെ 5 ഭാഗങ്ങളുടെ ചോദിച്ചിട്ടുണ്ടോ? അതെ, വേണ്ട നിറം കടുപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് ആണെങ്കിൽ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ചതുരത്തിൻ്റെ പരപ്പളവിനെ മൊത്തം ചതുരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏരിയ ഓഫ് റെക്റ്റാങ്കിളിനെ മൊത്തം എത്ര ചതുരം ഉണ്ടോ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ അവിടെ പടം കൊടുത്തില്ലയോ? ഇവിടെ മൊത്തം എത്ര? 27 നമുക്ക് ഏരിയ തന്നിരിക്കുന്നത്. ഏരിയ എത്ര തന്നിരിക്കുന്നത്? 27. മൊത്തം എത്ര ചതുരമുണ്ട്? 9. അപ്പോൾ 9 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഒരെണ്ണം 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരെണ്ണമെങ്കിൽ, അല്ലേ? മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ കളർ കൊടുത്ത് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 മനസ്സിലായോ? ഇതിനകത്തിൽ ഒരെണ്ണം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ കളർ കൊടുത്ത ഈ 5 അല്ലേ? അപ്പം 3 × 5 15. 5 ഭാഗങ്ങളുടെ പരപ്പളവെന്ന് പറയുന്നത് 5 ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 3 × 5 എത്ര? 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതായത് ഏരിയ ഓഫ് എ പാർട്ട് എന്ന് പറഞ്ഞാലും മതി. ഒരു ഭാഗം അല്ലേ? ഏരിയ ഓഫ് എ പാർട്ട്. ഏരിയ ഓഫ് എ പാർട്ട് എന്ന് പറഞ്ഞാൽ മതി, ഒരു ഭാഗം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ചോദിച്ചാൽ അങ്ങനെയല്ലേ നമ്മളോട്? ഏരിയ ഓഫ് 9 ഈക്വൽ പാർട്സ് ആയിട്ട് മാറി. അപ്പം ഏരിയ ഓഫ് 5 പാർട്ട്, 5 പാർട്ടിന് എത്ര ആയിരിക്കും? കണ്ടോ? ഇതുപോലെ നമ്മൾ ഇതിങ്ങനെ കാണാതെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇതിൻ്റെ. അതായത് ഒരു ചതുരമാണ്, ആ ചതുരത്തിൻ്റെ 5 ഭാഗം കളറായിട്ട് ഡാർക്ക് കൊടുത്തിട്ടുണ്ട്. മൊത്തം അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഫുള്ള് നമുക്ക് തന്നിട്ടുണ്ട് 27 ഉണ്ട്. അപ്പോൾ അതിന് മൊത്തം എത്ര ചതുരം ഉണ്ടെന്ന് എണ്ണുക. 9 ചതുരം ഉണ്ടായിരുന്നു. മനസ്സിലായോ? മൊത്തം 9 ചതുരത്തിൽ 5 ഡാർക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പം ഇത് ചെയ്ത് നമ്മൾ ഡാർക്ക് അടിച്ച പോലെ അല്ലേ? കളർ കൂട്ടി അടിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതിനകത്തിലെ ഒരു ചതുരം എന്ന് പറയുന്നത് 3 ആണ്. കാരണം എന്താ? മൊത്തം ചതുരത്തിൻ്റെ പരപ്പളവിനെ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. ഒരെണ്ണം 3 ആണെങ്കിൽ മൊത്തം ഡാർക്ക് കൂടുതലുള്ളത് 5 ആയിരുന്നു. അപ്പോൾ 3 × 5 15. ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലാക്കി തന്നെ ചെയ്ത് പഠിക്കണം. ഇനി നമ്മൾ പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറയുന്ന ഭാഗം കേട്ടോ. അതായത് ഭാഗത്തിൻ്റെ ഓഫ് എന്ന് വെച്ചാൽ ഇൻ്റെ ഓർമ്മയുണ്ടോ? ഓഫ് എന്ന് വെച്ചാൽ ഗുണിക്കുന്നതാന്ന് ഓർത്തോട്ടെ കേട്ടോ. പാർട്ട് ഓഫ് പാർട്ട്, ഭാഗത്തിൻ്റെ ഭാഗം. ഇവിടെ നോക്കൂ നിങ്ങളെ, ലുക്ക് അറ്റ് ദീസ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിരിക്കുകയാണ്. അതിനെ നേരെ നടുക്കുകൂടെ മുറിച്ചപ്പോൾ ഇത് ഹാഫ്, ഇത് ഹാഫ്. അര പ്ലസ് അര, 2 ഹാഫ് ചേർന്നപ്പോൾ ഒരു ഫുള്ളായി എന്നാണ് പാർട്ട് ഓഫ് പാർട്ട് അല്ലേ? അതായത് ചതുരത്തിൽ 2 സമഭാഗങ്ങളാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. തുല്യമായിട്ട് മാറ്റിയിരിക്കുക. ഓരോ ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഭാഗമെന്ന് വെച്ചാൽ ഈ വലിയ ചതുരത്തിൻ്റെ പകുതിയാണ് അല്ലേ? ഈ വലിയ ചതുരത്തിൻ്റെ പകുതിയാണിത്. ഈ വലിയ ചതുരത്തിൻ്റെ പകുതിയാണിത്. മനസ്സിലായത്? അതായത് ഹാഫ് ഭാഗം. മനസ്സിലായോ? ഇനി ഇതിൽ അവർ പറയുക ഇതിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയാലോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ എങ്ങനെയാണ് ഈ ഹാഫിനെ അതായത് തുല്യ 2 ഭാഗങ്ങളാക്കി. ഒരു റെക്റ്റാങ്കിൾ അല്ലെ ഒരു ചതുരത്തിനെ തുല്യ 2 ഭാഗങ്ങളാക്കി. ഇനി അതിൻ്റെ പകുതി ഇതായിരുന്നല്ലോ ഹാഫ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതെടുത്തോ. ഇതിനെ വീണ്ടും 3 ഈക്വൽ പാർട്സ് ആക്കാൻ. മനസ്സിലായോ? ആ എടുത്ത ഹാഫിനെ വീണ്ടും 3 ഈക്വൽ പാർട്സ് ആക്കാൻ. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, 3 ഈക്വൽ പാർട്സ് ആക്കി ഈ ഹാഫിനെ അവർ എടുത്തു. കേട്ടല്ലോ? മനസ്സിലാക്കി തന്നെ പോണേ നിങ്ങൾ, കാരണം കണക്കിലോട്ട് കയറുമ്പോൾ കേട്ടോ. 3 ഈക്വൽ പാർട്സ് ആക്കി. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനിയും കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അതായത് നിങ്ങൾക്ക്
ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കതിൻ്റെ കണക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മനസ്സിലാകുമെന്ന്. അതായത് ഇങ്ങനെ നോക്കണം പിന്നിൽ ഇതൊരു റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ നേരെ നടുക്ക് വെച്ചങ്ങ് മുറിച്ചപ്പോൾ ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ പകുതിയാണിത് ആണല്ലോ. ഇനി ആ സെയിം അതേ റെക്റ്റാങ്കിളിൻ്റെ ഈ പകുതി നമ്മളിങ്ങ് എടുത്തതിൽ അതിനെ വീണ്ടും എന്ത് ചെയ്തു, തുല്യമായിട്ട് മൂന്നെണ്ണമായിട്ടങ്ങ് മുറിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കട്ട് ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് പറയേണ്ടത്. ഇതിനെ ആദ്യമേ നമ്മൾ എന്താ ചെയ്തേ, ഹാഫ് അല്ലേ, പകുതി അല്ലേ, രണ്ടായിട്ട് മുറിച്ചു. അതിനെ വീണ്ടും എന്താ 1, 2, 3 മാറ്റി. അപ്പോൾ ഒരു ചതുരമായിരുന്നല്ലോ. ഒരു ചതുരത്തിനെ നമ്മൾ എന്ത് ചെയ്തു, 3 മുറിച്ചു. ഇത് ഫുള്ളൊരു ചതുരമായിരുന്നല്ലോ നമ്മൾ ആയിരുന്നല്ലോ. അതാണ് ഈ 1. അതിനെ ആദ്യം നോക്കിയേ, നമ്മൾ എത്ര ആയിട്ട് മുറിച്ചു, 1, 2, 3. ആ 3 ഇത്. ഇനി നമുക്കറിയാം ഇത് എത്ര ആയിരുന്നു നമുക്കറിയാം, ഏതാ 1/2 ഹാഫ് ആയിരുന്നു ഇത്. അപ്പം ഹാഫ്. മനസ്സിലായോ? ഇതാണ് സംഭവം. ഈ 1 വന്ന എന്താണ്, ഇത് ഒരു ചതുരമായിരുന്നു നിങ്ങളെ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. മനസ്സിലായോ? അതാണ് ഈ 1. അതിനെ ഞാൻ നേരെ നടുക്കൂടെ മുറിച്ചു. ഹാഫ്, ഇതും ഹാഫാണ്. ഈ ഹാഫിനെ വീണ്ടും 3 മുറിച്ചു. ആ 3 ഇത് ഇൻറ്റു ഇതെത്രയാണ്, ഹാഫാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുമെന്നാണ്, 1 × 1 1/3 × 2 6 എന്ന് വരുമെന്ന്. ഇതാണ് സംഭവം. മനസ്സിലായോ? അതിൻ്റെ ഇത് ഇത്രയും മനസ്സിലായോ? അതിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് തൊട്ടിപ്പുറത്ത് കണ്ടേ. അങ്ങനെയാണെങ്കിൽ 1/5 എങ്ങനെ 1/5 × 1/3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 1/5 × 1/3 ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം അതിൻ്റെ കണക്ക് ഞാൻ തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പേജ് നമ്പർ 32 ആദ്യത്തെ 3 നമുക്കങ്ങ് ചെയ്യാം. പേജ് നമ്പർ 32. പേജ് നമ്പർ 32 ഒന്നാമത്തെ ചോദ്യം എഴുതി വെക്കാം. പേജ് നമ്പർ 32 ഒന്നാമത്തെ ചോദ്യം. ഡ്രോ റെക്റ്റാങ്കിൾ ആൻഡ് ഫൈൻഡ് ദീസ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഗുണിക്കാൻ എന്നാണ് കേട്ടോ, ഇൻറ്റു ചെയ്യാൻ എന്നാണ് ഈ പ്രോഡക്റ്റ് എന്ന് കേട്ടാൽ. നമ്മൾ വിചാരിക്കും ഇനി മൾട്ടിപ്പിൾ എന്ന് നമുക്ക് തരുമെന്ന്. ഇനി അത് നോക്കിയിരിക്കരുത്. പ്രൊഡക്റ്റ് എന്ന് എവിടെ കണ്ടാലും ഗുണിക്കാനാണ്. ഡ്രോ റെക്റ്റാങ്കിൾ വരച്ച് ഫൈൻഡ് ദീസ് പ്രോഡക്റ്റ് കേട്ടോ. ചോദ്യം നല്ലപോലെ കേൾക്കണം. 1/2 × 1/4 ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിനെ എങ്ങനെ ഡ്രോ ചെയ്യുമെന്നാണ് അറിയേണ്ടത്. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. അതായത് 1/2 ഫസ്റ്റ് അത് നോക്കിയേ, 1/2 ഹാഫ്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഒരു റെക്റ്റാങ്കിളിൻ്റെ നിങ്ങൾ ആദ്യത്തെ ഇതങ്ങ് എടുക്കണം. ഏത് കണക്കിൻ്റെയും പ്രൊഡക്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിലെ നമ്പർ അങ്ങ് എടുക്കണം. 1/2 ആണ്. അപ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്ന 2 അല്ലേ, ഡിനോമിനേറ്റർ 2 ആണെങ്കിൽ അതിനെ 2 മുറിക്കാനാണ്. ആ ഒരു ക്ലൂ പഠിച്ച് വെച്ചോ കേട്ടോ, 2. മനസ്സിലായോ? അടുത്ത എത്ര വെച്ചേക്കുന്നത്, അപ്പോൾ 2 നമ്മൾ. ഇനി അതിൻ്റെ 1/4 ഒരു ഭാഗം 1/4 ആക്കണം. നമുക്കിത് ചെയ്യാം. 1 കണ്ടോ, 1/4. മനസ്സിലായോ? ഇത് പകുതിയാണ്, അതായത് നേർപകുതിയാണ്. മനസ്സിലാക്കണേ നിങ്ങൾ. ഇത് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ അതിൻ്റെ നേർപകുതി ഇതെന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ 1/4 ആണ്. ഓക്കെ, ആ ബാക്കി വന്നതിൻ്റെ 1/4. അപ്പോൾ നമ്മളതിനെ എങ്ങനെ ചെയ്യുമെന്നാണ്, 1/2 × 1/4 = എത്ര വരും, 1/2 × 4 8 വരും. ഇതാണ് സംഭവം. മനസ്സിലായോ? മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് എത്ര വന്ന 8 എണ്ണം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാം. എങ്ങനെ, ഇത് നേരെ വരച്ചിട്ട് 1 2 3 4 നോക്കി, 1 2 3 4 5 6 7 8 മൊത്തം എത്ര ഉണ്ട്, 8 എണ്ണം. അപ്പോൾ ആ 8ൻ്റെ ഒരു ഭാഗമാണ് ഇത്. 8ൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഈ 8 എണ്ണത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഇത് ഈ 8 എണ്ണം എന്താണ്, 8ൽ 1 അല്ലേ. ഈ 8 എണ്ണത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഒരെണ്ണം ഇതെല്ലാം കണ്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം.
പടം വരച്ച് കാണിക്കാൻ പറയുമ്പോൾ ഇത് രണ്ടിലേതെങ്കിലും രണ്ട് വരച്ചാലും ശരിയാണ് കേട്ടോ. അടുത്ത നമ്മളോട് ചോദിച്ചത് 1/3 ഇൻറ്റു 1/6 എന്നാണ് അല്ലേ. 1/3 ഇൻറ്റു 1/6 എന്നാണ്. ഇതിനെ എങ്ങനെ ചെയ്യാം? നമുക്ക് എങ്ങനെ ആദ്യം നമുക്ക് ചെയ്യാം. 1/2 നോക്കിയേ, 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 6 18 ഇതിൻ്റെ ആൻസർ. നോക്കിയേ 18. അപ്പം നോക്കിയേ ഫസ്റ്റിൽ നോക്കണം കുഞ്ഞുങ്ങളെ, 1/3. അപ്പം 3 കോളം വേണം. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഫസ്റ്റ് 3 അല്ലേ, അപ്പോൾ 3 കോളം 1 2 3 കണ്ടോ, 3 കോളം. മനസ്സിലാക്കണേ. താഴോട്ടോ അടുത്ത എത്ര? 6. താഴോട്ടപ്പോൾ 6 1 2 3 4 5 1 2 3 4 5 6 കേട്ടോ. നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് അത് വരയ്ക്കണം. ഈ താപ്പോട്ട് ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ താപ്പോട്ടുള്ളതാണ് കേട്ടോ. 3 3 1 2 3. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അതെന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ള 6. മൊത്തം എത്ര കിട്ടി? 18. മനസ്സിലായോ? അപ്പം ഈ 18 ഒരു ഭാഗമാണ് ഇത്. 18 ഒരു ഭാഗമാണ് ഇത്. മനസ്സിലായോ? ഇങ്ങനെ ഈ 18 ഫുള്ളും ഇതിലൊരു ഭാഗമാണ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരെണ്ണോടെ ചെയ്യാം. 1/5 ഇൻറ്റു 1/8 എന്ന് കൊടുക്കുക അല്ലേ. എന്താ? 1 ഇൻറ്റു 1 1, 5 ഇൻറ്റു 8 40. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് എങ്ങനെ വരയ്ക്കും? ആദ്യത്തെ 1/5 ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. നോക്കിയേ 5. ഫസ്റ്റ് 5 1 2 3 4 5. നിങ്ങൾ കറക്റ്റായിട്ട് മെഷർ വെച്ച് വരച്ച് കാണിക്കണം കേട്ടോ. 1 2 3 4 5. അടുത്ത 8 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇങ്ങോട്ടോ 1 2 3 4 5. അപ്പോൾ മൊത്തം എത്ര എണ്ണം വരും? 40 വരും. നിങ്ങൾ എണ്ണി നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിനകത്ത് 40 ഒരു ഭാഗമാണ് ഇത്. 40 ഒരു ഭാഗമാണ് ഇത്. അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സംഭവം. എളുപ്പമല്ലേ? അപ്പോൾ ഈ 32ാമത്തെ പേജിലെ എക്സസൈസ് 1ൻ്റെ ഫുള്ളുണ്ട്. 2 നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഡ്രോ ചെയ്യാൻ ചോദിച്ചത് കൊണ്ടാണ് നമ്മളോട് ചതുരങ്ങൾ വരച്ച് ഗുണനഫലങ്ങൾ കണക്കാക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. പേജ് നമ്പർ 32 ഡ്രോ റെക്റ്റാങ്കിൾ ആൻഡ് ഫൈൻഡ് ദീസ് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ നമ്മളോട് ഇപ്പോൾ ഫസ്റ്റ് നോക്കുക 1/2 2 എന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് താപ്പോട്ടുള്ളതാണ് ഈ ഫസ്റ്റിൽ തരുന്നത്. 2 താപ്പോട്ട് 2 ബോക്സ്. ഇനി അപ്പുറത്ത് കിടക്കുന്ന എത്ര? 4. അത് നമുക്ക് വേണേൽ മൊത്തത്തിൽ 4 വരയ്ക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. അടുത്ത 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അല്ലേ ഫസ്റ്റ് വന്നത്. അപ്പോൾ 3 വര താപ്പോട്ട്. അടുത്ത 6 വര അങ്ങോട്ട്. അപ്പോൾ മൊത്തം 1/18. ഇപ്പോൾ പിടികിട്ടിയോ? ഇത് ഒരു വട്ടം കണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കണ്ട്, മാത്സ് ആണ്, ഒരു വട്ടം മനസ്സിലാവാത്തവർ ഒന്നുകൂടി എടുത്ത് കാണുക. നമുക്ക് പാർട്ട് 4 നാളെ എടുക്കാം. ഇത് പാർട്ട് 3 ആണ്. ഓർഡർ അനുസരിച്ച് തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ താങ്ക് യു.